എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ടെന്ന്. ഇവിടെ കിട്ടുന്നത് തന്നെ അതിലും അധികം ചിലവല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ കയ്യിലിരിപ്പോഴിരിക്കും. എനിക്കിവിടെ ചിലവ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന്, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ചിലവ് വരും. അക്കോമഡേഷനൊക്കെ കമ്പനിയാണ്. അതേപോലെ വണ്ടിക്കൂലി, ബസ് നമുക്ക് വർക്കിന് ഉള്ളത് കമ്പനിയാണ്. പിന്നെ എനിക്ക് ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ചിലവ്, അതിൻ്റെ സാധനങ്ങൾ മേടിക്കണം. അത് റീചാർജ് ഒരു 1000 ഇവിടുത്തെ 5000 കണ്ടു നോക്കാം. ഞാൻ ഇപ്പോൾ പർച്ചേസിന് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഒരാഴ്ച എത്ര രൂപ ചിലവാകുന്നുണ്ട് സാധനം മേടിക്കാം. ആ പൈസ ഇന്ത്യൻ 4 നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ ചിലവാകുന്നുണ്ട് എനിക്കൊരു മാസം എന്ന്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ലിഡിലാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഓക്കെയാണ്. കാരണം അത്യാവശ്യം കംഫർട്ട് പ്രൈസ് നമുക്ക് സാധനം കിട്ടുന്നത് ലിഡിലായതുകൊണ്ട്. തണ്ണിമത്തനൊക്കെ ഇരുമുണ്ട്. തണ്ണിമത്തന് 339 രൂപ എന്ന് വെച്ചാൽ നാട്ടിലൊരു 50 രൂപ 70 രൂപയൊക്കെ വരും. പിന്നെ മത്തങ്ങ പിന്നുണ്ട്. എന്തെങ്കിലും പലഹാരമൊക്കെ എടുക്കും. സവാള പിന്നെ എല്ലാം വേണം, കാരണം കറിക്കൊക്കെ സവാള വേണം. പിന്നെ ചിക്കൻ, നോൺ വെജ് ഇല്ലാതെ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറിയ ചിക്കനൊക്കെ എടുക്കും. ഒരു എണ്ണം ചിക്കനൊക്കെ എടുക്കും. ഇത്രയും സാധനമാണ് ഒരാഴ്ചത്തേക്ക് ഞാൻ മേടിക്കുന്നത്. ഒരാഴ്ച ഇതിനകത്ത് 2 ആഴ്ച യൂസ് ചെയ്യുന്നത് മുട്ടയുണ്ട്, അതുപോലെ എക്സ്ട്രാ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നാലും ഇത്രയും സാധനമാണ് ഒരു ആഴ്ചത്തേക്കൊക്കെ എനിക്ക് വേണ്ടത്. അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒരു 11 രൂപ അടുപ്പിച്ചൊക്കെ കണ്ടല്ലോ ബില്ല്. 11 രൂപ അടുപ്പിച്ചൊക്കെ ആവുന്നുണ്ട് ഇവിടുത്തെ പൈസ. എല്ലാം കൂടെ കൂട്ടിയാലും എന്നിട്ട് 11 രൂപ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 3 രൂപ ഒക്കെ വരും. 3 രൂപ 3,500 ഒക്കെ വരും. എന്നിട്ട് ബാലൻസ് ഒരു 4 കൂട്ടി 4 ആഴ്ച കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എമൗണ്ട് വരും. ടോട്ടൽ എനിക്കൊരു എൻ്റെ എല്ലാ ചിലവും കൂടെ കൂട്ടി 15,000 രൂപയൊക്കെ ഇവിടെ എനിക്ക് ആവുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസ്.